is the complex number z is equal to x plus iy satisfies the equation 5z minus 2z bar equal to 7 minus 7i divided by 1 plus I, then the value of x plus y is equal to. നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണ് പറയണത്? ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അത് ഏത് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? 5z മൈനസ് 2z ബാർ. അത് എന്തിന് ഈക്വൽ ആണ്? 7 മൈനസ് 7i ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ കോംപ്ലക്സ് നമ്പറിന്റെ എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ കിട്ടണ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം. സെഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ. അപ്പോ ഈ സെഡ് ബാർ ഉണ്ട് ഈ ക്വസ്റ്റ്യനില്. ഈ സെഡ് ബാർ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ്. അതെന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പറിന്റെ സെന്ററിലെ സൈൻ നമ്മൾ മാറ്റി എഴുതണം. എക്സ് മൈനസ് ഐ വൈ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? 5z മൈനസ് 2z ബാർ. അതെന്തിന് ഈക്വൽ ആണ്? 7 മൈനസ് 7i ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. അപ്പൊ നമുക്ക് ആദ്യം 5z കണ്ടുപിടിക്കാം. 5z എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു z എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ. അതെന്താണ്? എക്സ് പ്ലസ് ഐ വൈ. എക്സ് പ്ലസ് ഐ വൈ. അപ്പൊ നമുക്ക് ഇത് ഇൻറ്റു ചെയ്യുമ്പോ എന്ത് കിട്ടും? 5x പ്ലസ് 5yi. ഇനി 2z ബാർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു z ബാറിന്റെ വാല്യൂ എന്താണ്? എക്സ് മൈനസ് ഐ വൈ. z ബാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺജുഗേറ്റ്. അപ്പോ 2x മൈനസ് 2yi. ഇനി നമുക്ക് ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട് 5z മൈനസ് 2z ബാർ. അതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 5zന്റെ വാല്യൂ 5x പ്ലസ് 5yi മൈനസ് 2x മൈനസ് 2yi. 2z ബാറിന്റെ ഇക്വേഷൻ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്താട്ടോ. അപ്പൊ 5x പ്ലസ് 5yi മൈനസ് 2x. നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് നെഗറ്റീവ് ഇൻറ്റു ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് 2x എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. ഈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് 2yi അത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആവും. പോസിറ്റീവ് നെഗറ്റീവ് ഇൻറ്റു ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവും. നെഗറ്റീവ് നെഗറ്റീവ് ഇൻറ്റു ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. 2yi. അപ്പോ ഇത് നമുക്ക് എക്സിന്റെ വാല്യൂം വൈയുടെ വാല്യൂം ഒരു സ്ഥലത്തേക്ക് ഇട്ട് കൊടുക്കാം. 5x മൈനസ് 2x പ്ലസ് 5yi പ്ലസ് 2yi. അതിന്റെ വാല്യൂ എന്താണ്? 5x മൈനസ് 2x എന്ന് പറയുന്നത് 3x. ഇനി പ്ലസ് 5yi പ്ലസ് 2yi എന്ന് പറയുന്നത് പ്ലസ് 7yi. അപ്പോ ഈ നമുക്ക് കിട്ടിയ ഇതെന്താണ്? 5z മൈനസ് 2z ബാറിന്റെ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ അതില് 5z മൈനസ് 2z ബാറിന്റെ ഈ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ പുതിയതായി കിട്ടിയ ഈ വാല്യൂ ഇടാം. 3x പ്ലസ് 7yi അതെന്തിന് ഈക്വൽ ആണ്? 7 മൈനസ് 7i ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. അപ്പൊ നമുക്ക് എക്സിന്റെ വൈയും വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ റൈറ്റ് സൈഡിലുള്ള ഈ ടേംസിനെ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ഫ്രാക്ഷൻ തരാണെങ്കിൽ അതിന് നമ്മളെങ്ങനെ കോംപ്ലക്സ് നമ്പർ ആക്കാം? ഈ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ ഒരു കോംപ്ലക്സ് നമ്പർ ഫോമിലായിരിക്കും ഉണ്ടാവുക. അതിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫ്രാക്ഷന്റെ കോംപ്ലക്സ് നമ്പർ കിട്ടും. ഇനി നമ്മള് 7 മൈനസ് 7i ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐനെ ഒരു കോംപ്ലക്സ് നമ്പർ ആക്കാൻ പോവാണ്. അപ്പോ ഡിനോമിനേറ്റർ ആണ് 1 പ്ലസ് ഐ. അതിന്റെ കോൺജുഗേറ്റ് എന്താണ്?
സെഡ് ബാർ എന്താണ് ഇതിന്റെ ചിഹ്നം മാറ്റ 1 മൈനസ് ഐ. അപ്പൊ ഈ കോൺജുഗേറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 7 മൈനസ് 7i ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എന്താണ്, 1 മൈനസ് ഐ. അതേ കോൺജുഗേറ്റ് ഇട്ട് നമുക്ക് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നമുക്ക് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. 7 ഇൻറ്റു 1 7. 7 ഇൻറ്റു നെഗറ്റീവ് ഐ നെഗറ്റീവ് 7i. ഇനി നെഗറ്റീവ് 7i ഇൻറ്റു 1 നെഗറ്റീവ് 7i. ഇനി നെഗറ്റീവ് 7i ഇൻറ്റു നെഗറ്റീവ് ഐ, അതായത് നെഗറ്റീവ് നെഗറ്റീവ് ഇൻറ്റു ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. പിന്നെ 7i ഇൻറ്റു ഐ, അതെന്ന് പറയുമ്പോൾ എന്താവും, 7i ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1 1 1 ഇൻറ്റു നെഗറ്റീവ് ഐ നെഗറ്റീവ് ഐ. പോസിറ്റീവ് ഐ ഇൻറ്റു 1 പോസിറ്റീവ് ഐ. ഇനി പോസിറ്റീവ് ഐ ഇൻറ്റു നെഗറ്റീവ് ഐ. പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് വന്ന നെഗറ്റീവ്. ഇനി ഐ ഇൻറ്റു ഐ, അത് ഐ സ്ക്വയർ. ഇപ്പൊ ന്യൂമറേറ്ററില് 7 നെഗറ്റീവ് 7i നെഗറ്റീവ് 7i. ഇത് തമ്മിലുള്ള ആൻസർ എന്താവും, നെഗറ്റീവ് 14i. ഇനി പ്ലസ് 7i ഇൻറ്റു ഐ, അതായത് 7i സ്ക്വയർ ആവും. ഡിവൈഡഡ് ബൈ 1. അപ്പോ സെയിം നമ്പർ ആണ്, നെഗറ്റീവ് ഐ പ്ലസ് പോസിറ്റീവ് ഐ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും, 0. ഇനി നെഗറ്റീവ് ഐയുടെ സ്ക്വയർ, ഐ സ്ക്വയർ എത്രയാണ്, നെഗറ്റീവ് 1. അപ്പൊ 7 മൈനസ് 14i പ്ലസ് 7 ഇൻറ്റു ഐ സ്ക്വയറിന്റെ വാല്യൂ എപ്പോഴും എന്താണ്, നെഗറ്റീവ് 1. അപ്പൊ 7 ഇൻറ്റു നെഗറ്റീവ് 1 ഡിവൈഡഡ് ബൈ 1. സീറോയ്ക്ക് ഇവിടെ പ്രാധാന്യം ഇല്ല, നെഗറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ആണ്. അപ്പൊ എന്താണ്, 7 മൈനസ് 14i ഇനി പ്ലസ് 7 ഇൻറ്റു നെഗറ്റീവ് 1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 7 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്ത് കിട്ടി, 7. ഈ നമ്പേഴ്സിനൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് ആക്കാം. 7 മൈനസ് 7 മൈനസ് 14i ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്ത് വന്നു, 7 മൈനസ് 7 0 മൈനസ് 14i ഡിവൈഡഡ് ബൈ 2. അത് എന്താവും, 0 മൈനസ് 14i എന്ന് പറഞ്ഞാൽ മൈനസ് 14i ഡിവൈഡഡ് ബൈ 2. അപ്പോ മൈനസ് 14 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് നെഗറ്റീവ് 7i. അപ്പൊ നമുക്ക് ഇതൊരു കോംപ്ലക്സ് നമ്പർ ആക്കുമ്പോ എങ്ങനെ വരും, ഇതിൽ ആ കൂടി ഇമാജിനറി പാർട്ട്, ഐയുടെ കൂടിയുള്ള പാർട്ട് ഇമാജിനറി പാർട്ടാണ്, റിയൽ നമ്പർ ആയിട്ട് ഒന്നുമില്ല. അപ്പോ 0 മൈനസ് 7i, അതാണ് എന്ത്, 7 മൈനസ് 7i ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഫ്രാക്ഷന്റെ കോംപ്ലക്സ് നമ്പർ. 5z മൈനസ് 2z ബാർ ഈക്വൽ ടു 7 മൈനസ് 7i ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. ഈ 5z മൈനസ് 2z ബാറിന് നമുക്ക് കിട്ടിയ വാല്യൂ എന്തായിരുന്നു, 3x പ്ലസ് 7yi. പിന്നെ 7 മൈനസ് 7i ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. ഇതിന് നമുക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂ എന്താണ്, 0 മൈനസ് 7i. അപ്പൊ നമുക്ക് ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ സെയിം സ്ഥാനത്ത് വരുന്ന വാല്യൂസ് ആണ് ഇവിടെ കിട്ടിയുള്ളത്. ഉദാഹരണത്തിന് ഈ 3x എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു കോംപ്ലക്സ് നമ്പർ ആയിരുന്നെങ്കിൽ ഇതിന്റെ റിയൽ പാർട്ടാണ് എന്ത്, 3x. ഇവിടെ ഇത് ഈ കോംപ്ലക്സ് നമ്പറും ഈ കോംപ്ലക്സ് നമ്പറും ഈക്വൽ ആന്ന് പറയുന്നത്. അപ്പൊ 3xന്റെ സ്ഥാനത്താണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത്, 0. ഈ 7y സ്ഥാനത്താണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത്, നെഗറ്റീവ് 7. അപ്പോ 3x 0 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, 3യുടെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും 0 ആവുള്ളൂ, 0. അപ്പൊ x ഈസ് ഈക്വൽ ടു 0.
ഇനി 7y ഈസ് ഈക്വൽ ടു -7. അപ്പൊ വൈയുടെ വാല്യൂ എന്തായിരിക്കും? -7 ഇൻറ്റു 7y അല്ലേ? അത് ഇങ്ങോട്ട് ഈ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 7. അപ്പൊ എന്തായി നമ്മുടെ ആൻസർ? -7 ഡിവൈഡഡ് ബൈ 7. അതെന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ശരിക്കും? എക്സ് പ്ലസ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ എന്താണ്? എക്സ് പ്ലസ് വൈയുടെ വാല്യൂ -1. അപ്പോ 0 പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ -1. അപ്പൊ 0 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? -1. അപ്പൊ നമുക്ക് കിട്ടി എക്സ് പ്ലസ് വൈയുടെ വാല്യൂ -1 ആണെന്ന്. അപ്പൊ നമുക്ക് കിട്ടി എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടി? -1 എന്ന് കിട്ടി. ഈ -1 എന്ന ആൻസർ വരുന്ന വല്ല ഓപ്ഷൻ ഉണ്ടാവും? ഓപ്ഷൻ ഡി -1 ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ.